ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു അടിപൊളി ത്രില്ലർ മൂവി കാണാം നമുക്ക്. ഒരു കള്ളൻ കാറിനകത്ത് കുടുങ്ങിപ്പോകുന്നു. അയാൾ കുടുങ്ങാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പം ആ കള്ളന് കാറിനകത്തു നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഓണർ തന്നെ വിചാരിക്കണം. എന്നാൽ ഓണറാവട്ടെ ഒരു സൈക്കോ ഡോക്ടറും. അയാൾ ഈ കള്ളനെ കൊല ചെയ്യുന്നു. അയാളെ പിടിയിൽ നിന്നും ഈ പാവപ്പെട്ട കള്ളന് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഒരു 3rd ക്ലാസ് നഗരം. അവിടെ അധികവും റൗഡികളും കൊള്ളക്കാരും വീടില്ലാത്ത മനുഷ്യരും കുറെ പിച്ചക്കാരുമാണ് ഉള്ളത്. ഈ നഗരത്തിലാണ് നമ്മുടെ ഹീറോ ഒരു ഡെലിവറി വാൻ ഓടിക്കുന്ന. ആ വാനിന് ശരിയായ വാടക എല്ലാ മാസവും കൊടുക്കണം. എന്നാൽ ഇപ്പം ഹീറോയുടെ കയ്യിൽ ആകെ $350 ഉള്ളൂ. അത് മാത്രം കൊടുക്കുമ്പോൾ വാൻ ഓണർ തികയില്ല, ബാക്കിയുള്ള 475 കൂടെ തന്നാലേ ഞാൻ വണ്ടി തരുള്ളൂ എന്ന് പറയും. ഈ ഹുഡി ധരിച്ച ആളാണ് നമ്മുടെ ഹീറോ. അടുത്ത മാസേ പണം കിട്ടുള്ളൂ എന്ന് ഹീറോ പറയുമ്പോൾ എന്നാൽ പിന്നെ പോയിട്ട് അടുത്ത മാസം വാ എന്ന് പറയും ആ വണ്ടിയുടെ ഓണറിന് ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ സമയത്താണ് ഹീറോയുടെ മോള് സാറ ഹീറോയെ വിളിക്കുന്നത്. ഹീറോ കോൾ എടുക്കില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ വാൻ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകണം, എന്നാലേ ഹീറോയുടെ ജോലി നടക്കുള്ളൂ. ആ ജോലി ചെയ്താലേ പണം കിട്ടുള്ളൂ. ഈ വാൻ ഇല്ലാതെ പണി നടക്കില്ല എന്ന് പുള്ളിക്കാരൻ ഓണറോട് പറയുമ്പോൾ ഓണർ കേൾക്കാൻ തയ്യാറല്ല. നിന്നെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പോയി പണമായിട്ട് വാന്ന് പറയും. അപ്പോഴാണ് ഹീറോയുടെ ഭാര്യ വിളിക്കുന്നത്. മോള് വിളിച്ച് കോൾ എടുക്കാത്തതുകൊണ്ട് ഭാര്യ വിളിച്ച് ചീത്ത പറയാം. മോള് സ്കൂൾ വിട്ടിട്ട് അച്ഛനെ വിളിച്ചതാണ് പിക്കപ്പ് ചെയ്യാൻ, എന്നാൽ അച്ഛൻ പോയില്ല. ആഴ്ചയിൽ 2 ദിവസം മോൾ അച്ഛൻ്റെ കൂടെ ആയിരിക്കും. നമ്മളെടുക്കുന്ന എല്ലാ കഥയിലും അപ്പനും അമ്മയും സെപ്പറേറ്റാ. ഒരുമിച്ച് ജീവിക്കുന്ന കഥയില്ലേ ഇവരെ നാട്ടിൽ? എന്തായാലും ഇപ്പോൾ മോളെ ചെന്ന് പിക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഭാര്യ കുറെ ചീത്ത പറയുന്നു. നിനക്കൊരു കാലത്തും ഒരു നല്ല ഭർത്താവാകാനോ അച്ഛനാവാനോ ഉള്ള കഴിവില്ല. അതുകൊണ്ട് ഇനി മോളുടെ കസ്റ്റഡി എന്നോട് ചോദിക്കരുത്. ഇതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ പിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ കോള് കട്ടെ. അത് കഴിയുമ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ഒരു ചെറിയ സൈക്കിൾ ഹീറോ കാണുന്നുണ്ട്. അത് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു. മോൾക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഹീറോയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ സൈക്കിളിന് എന്താ വില എന്ന് ഹീറോ അവിടുത്തെ ഒരു മുടിയനോട് ചോദിക്കും. അയാൾ പറയും $75 എന്ന്. പണം പിന്നെ തന്നിട്ട് ആ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മുടിയൻ ദേഷ്യപ്പെട്ട് ഹീറോയെ അവിടെ നിന്ന് ഓടിച്ചു വിടാണ്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഓണറെ പേഴ്സ് അവിടെ ഇരിക്കുന്ന ഹീറോ ശ്രദ്ധിക്കുക. കൈച്ചെലവിന് പോലും കയ്യിൽ പണമില്ല. എങ്ങനെയെങ്കിലും ആ പേഴ്സ് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഹീറോ ഓണറോട് സംസാരിക്കുന്നത് പോലെ ആ പേഴ്സിന്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ വാൻ തരാത്തോണ്ട് എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല. ഈ വർക്ക്ഷോപ്പിൽ തന്നെ എന്തെങ്കിലും ജോലി തരുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം. ഞാൻ നല്ലൊരു മെക്കാനിക് ആണെന്ന് നിങ്ങൾക്കറിയാലോ, ജോലി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉടനെ ഓണറും മുടിയനും ദേഷ്യപ്പെട്ട് ഇവിടെ കിടന്ന് അനാവശ്യ സർക്കസ് കാണിക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ, നിന്നെപ്പോലുള്ളവന്മാർക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയെ കോളറെ പിടിച്ച് വെളിത്തള്ളും. ഈ ഗ്യാപ്പിന് ഹീറോ വർക്ക്ഷോപ്പ് ഓണറിന്റെ പേഴ്സ് അടിച്ചു മാറ്റി. അതിൽ കുറച്ച് പണേ കാണുള്ളൂ. ആ പണം എടുത്ത് നമ്മുടെ ചെറുക്കൻ അവിടുന്ന് തടി ഊരാണ്. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ആ $475 ഉണ്ടാക്കിയിട്ട് വാൻ തിരിച്ചെടുക്കണം എന്നാണ് ഹീറോയുടെ പ്ലാൻ. സോ ഹീറോ തനിക്കറിയാവുന്ന എല്ലാ കൂട്ടുകാർക്കും വിളിച്ചു നോക്കും. ഒരു $500 കടമായിട്ട് തരാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും തന്നെ ഹീറോയ്ക്ക് കടം കൊടുക്കാൻ തയ്യാറില്ല. സോ എങ്ങനെയെങ്കിലും ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് തെരഞ്ഞ് ഹീറോ നഗരത്തിലൂടെ നടക്കും. തനിച്ച് നിർത്തിയിരിക്കുന്ന കാറുകളൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. കാറിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടിയാലോ. പിന്നെ നമ്മുടെ നാട്ടുംപുറ ചേട്ടന്മാരുടെ ഒരു പ്രയോഗമുണ്ട്. പൈസയ്ക്ക് നല്ല ടൈറ്റ് വരുമ്പോൾ ലോട്ടറി എടുക്കുന്ന പരിപാടി. അതേപോലെ ഹീറോയും ചില സ്ക്രാച്ച് കാർഡുകൾ വാങ്ങിക്കുന്നുണ്ട്. ഒന്നിലും സമ്മാനം ഉണ്ടാവില്ല. അത് മാറ്റിവെച്ച് വീണ്ടും ഇങ്ങനെ വല്ലതും കിട്ടുമെന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് മോള് ഹീറോയെ വിളിക്കുന്നത്. ഡാഡി എന്തിനാ പറഞ്ഞു പറ്റിച്ചത്, എന്തുകൊണ്ടന്ന് വരാതിരുന്ന്? ഹീറോ പറയും, സോറി മോളെ, അച്ഛൻ ജോലിയുടെ തിരക്കിലായിരുന്നു. അച്ഛന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി അലയുന്ന തിരക്കിൽ എനിക്ക് മോളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അടുത്ത തവണ ഉറപ്പായിട്ടും ഡാഡി മോളെ പിക്ക് ചെയ്യാൻ വരും. ഇനി ഡാഡി പറ്റിക്കില്ല. അത് കേൾക്കുമ്പോൾ മോള് പറയും, ഡാഡി ഇത് എത്ര കാലമായിട്ട് പറയുന്നു, എപ്പോഴും വരാമെന്ന് പറഞ്ഞ് പറ്റിക്കും. എത്രയൊക്കെ പറ്റിച്ചാലും എനിക്ക് ഡാഡി ഒരുപാട് ഇഷ്ടമാണ്. ഐ സ്റ്റിൽ ലവ് യു ഡാഡി. എനിക്കും എൻ്റെ പൊന്നുമോളെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഹീറോ കോള് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു റിച്ച് കാർ ഒഴിഞ്ഞ പാർക്കിങ്ങിൽ ഇങ്ങനെ അടുത്ത് ആരോരുമില്ലാതെ നിൽക്കുന്നു. ഹീറോ മെല്ലെ ആ കാറിനെ വട്ടം വെച്ച് വന്നിട്ട് അതിന്റെ ഡോറ് തുറന്നു നോക്കും. എങ്ങാനും മുതലാളിമാര് ഡോർ അടയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് ഓരോ കാറിന്റെ ഡോറും തുറന്നു നോക്കുന്നത്. ഇപ്രാവശ്യം സംഭവം ഫലിച്ചു. ഈ കാറ് ഓണർ ലോക്ക് ചെയ്തിട്ടില്ല. ഹീറോ ഉടനെ തന്നെ വണ്ടിക്കകത്തേക്ക് ചാടി കയറും. ഇത്രയും വലിയ കാറ് മോഷ്ടിക്കാൻ പറ്റില്ല. ഒരുപാട് ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ ഉള്ളതാ. പക്ഷെ അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാലോ. സോ ഹീറോ കാറിനകം മുഴുവൻ പരിശോധിച്ച് നോക്കും. കട്ടെടുക്കാൻ പാകത്തിനൊന്നും തന്നെ ഇല്ല. പക്ഷെ വെറുതെ മോഹിച്ചു, ഈ പണ്ടാരത്തിനകത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആള് ഡോറ് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് പണിയിട്ട. ഡോറ് തുറക്കുന്നില്ല. ചുറ്റുമുള്ള 4 ഡോറുകളും തുറന്നു നോക്കും, വലിച്ചു നോക്കും, തുറക്കുന്നില്ല. കാറിന്റെ പിറകു വശത്ത് ഡിക്കിയിൽ ടയർ മാറ്റാനുള്ള ടൂൾസ് ഉണ്ടാവും. അതിലൊരു ലിവർ എടുത്ത് ഹീറോ ഗ്ലാസ് അടിച്ചു നോക്കുന്നുണ്ട്. ഗ്ലാസ് പൊട്ടുന്നുമില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്.
അപ്പോഴായിരിക്കും ഈ കാറിലേക്ക് ഒരു കോൾ വരുന്നത്. താൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷെ ഓണറിന് മനസ്സിലായിട്ടുണ്ടാവും. അത് വിചാരിച്ച് ഹീറോ കോൾ എടുക്കില്ല. എങ്ങനെയെങ്കിലും അതിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കാറിനകത്തുള്ള ക്യാമറ വഴി 6 ക്യാമറയുണ്ട്. ഈ ക്യാമറ വഴി ആരോ ഹീറോ ചെയ്യുന്ന എല്ലാ തരികിട വേലകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോ വീണ്ടും ലിവർ എടുത്ത് ഗ്ലാസ്സിൽ അടിച്ചു നോക്കും. ഗ്ലാസ് പൊട്ടുന്നില്ല. അതേ ലിവർ കൊണ്ട് ഡോറിന്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങളെല്ലാം തോണ്ടിയെടുത്തിട്ട് അതെങ്ങനെയെങ്കിലും ചവിട്ടി പൊളിക്കാൻ നോക്കുന്നുണ്ട്. നടക്കുന്നില്ല. കയ്യിലെ മൊബൈൽ ഉപയോഗിച്ച് ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാൽ കാറിനകത്ത് സിഗ്നലും കിട്ടുന്നില്ല. ഇനി പുറത്തു കിടക്കാൻ വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പൊ എതിർഭാഗത്തുള്ള ആള് വെൽക്കം അബോർഡ്, എന്റെ പേര് വില്യം എന്നാണ്, ഞാനാണ് ഈ കാറിന്റെ ഓണർ. ഇത് കേൾക്കുമ്പോൾ ഹീറോ തനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ ഈ കാറിനകത്ത് പെട്ടുപോയി, എന്നെ ഒന്ന് പുറത്തിറക്കാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ ആ കാറിന്റെ ഓണർ കാറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഷോക്ക് ഓണാക്കും. ഹീറോയ്ക്ക് എവിടെയും തൊടാനോ ഇരിക്കാനോ കഴിയില്ല. സീറ്റിൽ വരെ ഷോക്കുണ്ട്. നീ കാറിനകത്ത് പെട്ടുപോയതല്ല, എന്റെ കാറ് മോഷ്ടിക്കാൻ ശ്രമിച്ചാണ്. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, നീ അത് കേൾക്കണം. നീ മാത്രമല്ല എന്റെ കാറ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്, നിനക്ക് മുന്നേ 6 പേര് ഈ കാറിനകത്ത് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ എനിക്ക് തന്റെ കഥകളൊന്നും കേൾക്കണ്ട, എന്നെ പുറത്തേക്ക് വിട, ഞാൻ ഒന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല, ഞാൻ ഇനി തന്റെ കാറിനടുത്തേക്ക് വരുന്നുമില്ല, എന്നെ പുറത്തു വിട. കാർ ഓണർ പറയും ഒന്ന് അടങ്ങിയിരിക്കെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നെ ബോധിപ്പിക്കാനുണ്ട്. എന്നാൽ ഹീറോ അയാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. താൻ പോയി പണി നോക്കടോ, താൻ തുറന്നു വിട്ടില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് അവനവന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ലൈസൻസ് ഇല്ലാത്ത തോക്കെടുത്ത് ഗ്ലാസിന് നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ ഈ ഗ്ലാസ് ആവട്ടെ ബുള്ളറ്റ് പ്രൂഫാ, ഉണ്ട തുളയില്ല. ഗ്ലാസ്സിൽ അടിച്ച ഉണ്ട റിട്ടേൺ തിരിഞ്ഞ് ഇവന്റെ കാലിലേക്ക് തുളച്ചു കയറും. കാലിൽ ആഴത്തിൽ മുറിവായി ചോര വാർന്നൊഴുകുന്നുണ്ട്. അവനെ കൊണ്ട് കാൽ അനക്കാൻ കഴിയില്ല. എന്റെ കാല് പൊട്ടി, രക്തം പോകുന്നുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് തുറന്നുവിടും, ഞാൻ ഇപ്പൊ ചാവും, എന്നെ തുറന്നുവിടും എന്ന് പറഞ്ഞിട്ട് അവൻ കരയാണ്. ഈ സമയത്ത് വഴിയെ പോയൊരു പെണ്ണ് ഈ കാറിനടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയുടെ ശബ്ദം കേട്ടിട്ട് വരികയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല, അവള് വന്നത് മേക്കപ്പ് ചെയ്യാനാ. പെണ്ണ് ലിപ്സ്റ്റിക്കും അടിച്ചിട്ട് അവിടുന്ന് മിണ്ടാതെ പോകും. ഹീറോ അകത്ത് എത്ര ശബ്ദിച്ചാലും പുറത്തുള്ള ആർക്കും കേൾക്കില്ല. വണ്ടി സൗണ്ട് പ്രൂഫും കൂടിയാണ്. ഇപ്പൊ രക്തം നിർത്താതെ പോകുന്നുണ്ട്. ഹീറോ മുതലാളിയോട് പറയും താൻ പോലീസിനെ വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചാകാതിരുന്നാ മതി, ഞാൻ പോലീസിൽ പിടികൊടുത്തോളാം, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇത് കേൾക്കുമ്പോൾ ഓണർ പറയും അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഒരു ഡോക്ടറാണ്, ഞാൻ നിന്നെ സഹായിക്കാം, പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ ശ്രദ്ധയോടെ കേൾക്ക്. ആ കാറ് ബുള്ളറ്റ് പ്രൂഫാ, വെടിവെച്ചിട്ട് കാര്യമില്ല, ബോഡി മുഴുവൻ സ്റ്റീലാണ്, തല്ലി പൊട്ടിക്കാനും കഴിയില്ല. നീ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക. ഹീറോ എന്നോട് പൊറുക്ക്, എനിക്കറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ഈ കാറിനകത്ത് കയറാൻ പാടില്ലായിരുന്നു, ദയവ് ചെയ്ത് എന്നെ തുറന്നുവിടൂ, എനിക്ക് കണ്ണു നേരെ കാണുന്നില്ല, പേടിയാകുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എന്നെ തുറന്നുവിടൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കണ്ണടയും. അവന്റെ ബോധം പോയി. ബോധം വന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ പറ്റിയ മുറിവിനും കാലിൽ പറ്റിയ മുറിവിനും ആരോ മരുന്ന് വെച്ച് കെട്ടി തുണി ചുറ്റി വെച്ചിട്ടുണ്ട്. സോ ഈ ഓണർ ഹീറോ ബോധം കെട്ടി കിടക്കുമ്പോൾ അവന് വേണ്ട ചികിത്സ കൊടുത്തിരിക്കുക. എന്നിട്ട് വീണ്ടും കാർ ലോക്ക് ചെയ്ത് ചെക്കനെ കാറിനകത്ത് തന്നെ ആക്കി. എഴുന്നേറ്റ ഉടനെ ഭയങ്കര ദാഹം. കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഹീറോ കുടിച്ചു തീർക്കും. ബാഗിലൊരു കുപ്പി ഉണ്ടായിരുന്നു. അതേ ബാഗിലൊരു ചോക്ലേറ്റും ഉണ്ട്. ഹീറോ ആ ചോക്ലേറ്റും എടുത്ത് കഴിക്കും. ഇപ്പൊ കാറിനകത്ത് കയറിയിട്ട് കുറച്ചു നേരം ആയല്ലോ, ഭയങ്കര വിശപ്പ്. സമയം വീണ്ടും പോകുന്നു. ഒരു ദിവസം കഴിഞ്ഞു. ഹീറോ കാറിനകത്ത് പെട്ട് ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത കോള് വരുന്നു. ഹീറോ ഞാൻ വിശന്ന് മരിക്കാറായി, ദയവ് ചെയ്ത് എനിക്ക് ഭക്ഷണമെങ്കിലും തരൂ, എന്നെ എന്തിനാണ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഓണർ പറയും നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊരു മോളുണ്ടായിരുന്നു, സുന്ദരിയായ കൊച്ചുമോൾ. ഞാൻ എൻ്റെ ഭാര്യയും മോളുമായിട്ട് തുണിക്കടയിലേക്ക് ഷോപ്പിങ്ങിന് പോയതാ. ആ സമയത്താണ് നിന്നെപ്പോലുള്ള 2 നാറികൾ ഞങ്ങളെ സമീപിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഹീറോ എനിക്ക് തന്റെ ജീവിത കഥയൊന്നും കേൾക്കണ്ട, എന്നെ ഇറക്കി വിടടാ തെണ്ടിന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഉടനെ ഓണർ ഹീറോക്ക് ഷോക്ക് കൊടുക്കും. വീണ്ടും ഷോക്ക് കൊടുക്കുക, മര്യാദയ്ക്ക് സംസാരിക്കുന്നു പറഞ്ഞിട്ട്. ഹീറോ വീണ്ടും തെറി പറയാൻ തുടങ്ങും. അപ്പൊ ഓണർ കുറച്ചു സമയം നീ തണുത്തിരിക്കുക, ഒരുപാട് ചൂടായിട്ടിരിക്കുക, നീ തണുത്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വണ്ടിയിൽ ഉച്ചത്തിനൊരു പാട്ടും വെച്ച് ഫുൾ AC ഓണാക്കിയിടും. നല്ല തണുത്തുറയുന്ന AC. ആ പാട്ടും കേട്ട് ഹീറോ തണുത്ത് വിറച്ച് കിടക്കുക. കുറെ സമയമായി, ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അടുത്ത കോള് വരാൻ വേണ്ടി അവൻ കാത്തിരിക്കുക, മാപ്പ് ചോദിക്കാനായിട്ട്. വൈകുന്നേരം ആകുമ്പോൾ അടുത്ത കോള് വരും. ഹീറോ എന്നോട് പൊറുക്കോ, ഞാൻ ഇനി നിങ്ങളെ തെറി പറയില്ല, ചീത്ത പറയില്ല, എന്നോട് പൊറുക്കോ, ഞാൻ ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ദയവേത് AC ഓഫാക്കാമോ. അത് കേൾക്കുമ്പോൾ ഓണർ AC ഓഫാക്കും, പാട്ട് ഓഫാക്കും. ഹീറോ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ കിടന്നുറങ്ങാണ്. ഇപ്പൊ അടുത്ത ദിവസമായി. ഒരു ദിവസം കൂടെ കഴിഞ്ഞു. കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ല. താൻ കുടിച്ച വെള്ളം ഇപ്പൊ യൂറിനായിട്ട് പുറത്തു വന്നു. അത് കളയാതെ തന്റെ കയ്യിലുള്ള ബോട്ടിൽ കൊണ്ട് ഹീറോ ആ യൂറിൻ പിടിച്ചു വയ്ക്കും. എന്നിട്ട് വീണ്ടും ലിവർ എടുത്ത് എങ്ങനെയെങ്കിലും ഡോർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല. ഈ സമയത്ത് ഡോക്ടർ അവനെ കാണുന്നില്ലാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വേറെന്തെങ്കിലും പണി ചെയ്യാൻ പോയിട്ടുണ്ടാവാം. ഇപ്പൊ അയാൾ ഷോക്ക് കൊടുക്കുന്നില്ല. കുറെ നേരം ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ആള് ഡെസ്പായിട്ടിരിക്കുക. അപ്പോഴാണ് വില്ലന്റെ കോള് വരുന്നത്. മോൻ താഴെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന പോലുണ്ടല്ലോ, കുറെ പണിയെടുത്തിട്ടും ഒന്നും നടന്നില്ല അല്ലേ,
ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. വിശപ്പും ദാഹവും എത്ര ക്രൂരമാണെന്ന് നിന്നെപ്പോലുള്ള പലരും മനസ്സിലാക്കിയിട്ടില്ല. വില്ലൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ മുകളിലേക്ക് നോക്കും. തൊട്ടടുത്ത ബിൽഡിംഗിൽ നിന്ന് ഒരാൾ ഈ കാറ് നോക്കി സംസാരിക്കുന്നുണ്ട്. സോ അതന്നെ ആയിരിക്കണം വില്ലൻ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. ഇപ്പൊ ഹീറോ ചോദിക്കുകയാണ്, താൻ എന്നെ ഈ കാറിനകത്ത് പൂട്ടിയിട്ട് കൊന്നാൽ എന്റെ ബോഡി എന്താ ചെയ്യാൻ പോകുന്നത്? അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ പോലീസ് കണ്ടുപിടിക്കില്ല എന്ന് താൻ കരുതുന്നുണ്ടോ? തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ഓണർ പറയും, അതിനാര് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു? നീ ചത്താലും തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല, ആരും നിന്നെ മിസ് ചെയ്യുന്നില്ല. ഇത് കേട്ട് ഹീറോ, ഞാൻ പല ക്രൈമുകളും ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതുവരെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ക്രൂരനല്ല ഞാൻ. എന്നാൽ താനിപ്പോ ചെയ്യുന്നത് കൊലപാതക. എന്നെക്കാളും വലിയ ക്രിമിനലാണ് താൻ. അല്ലാതെ താൻ ചെയ്യുന്നത് ന്യായമല്ല. എന്നെ വിട്ടേക്ക്, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാനിവിടെ ചത്തുകൊണ്ടിരിക്കുക, എന്നെ വിട്ടേക്ക്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയും, ഞാനും മരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, എന്നിട്ടും ഞാനിതെന്തുകൊണ്ട് ചെയ്യുന്നു? എനിക്ക് നീതി വേണം, എനിക്ക് ന്യായം വേണം. ഹീറോ പറയും, പോലീസിനെ വിളിച്ചോ, അവര് നിനക്ക് നീതി ന്യായമൊക്കെ നേടിത്തരും. എന്നെ അവർ ജയിലിലേക്ക് കൊണ്ടുപോട്ടെ, ശിക്ഷ വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ, ഇവിടുത്തെ പോലീസും പ്രോസിക്യൂഷനും ജഡ്ജിമാരും എല്ലാം കണക്കാ. എനിക്കിവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസമില്ല. അതൊക്കെ എന്നോ നഷ്ടമായി. ഇവിടെ നീതി നടപ്പാക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, സീരിയസ് റിപ്പീറ്റ് ഒഫൻഡേഴ്സിന് ശിക്ഷ എന്താണ്? അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണ്? ഹീറോ പറയും, ആ ക്രിമിനൽസിന്റെ 4 വിരലുകൾ വെട്ടിക്കളയും. അത് കേട്ട് ഡോക്ടർ, എന്നൊരു കാര്യം ചെയ്യാം, നിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇതാണ് നിന്റെ ഫസ്റ്റ് ഒഫൻസ് എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. അതല്ല, ഇത് റിപ്പീറ്റ് ഒഫൻസ് ആണെങ്കിൽ നിന്റെ വിരലുകൾ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് നിന്നെ വെറുതെ വിട്ടേക്കാം. ആ ഡീൽ എങ്ങനെയുണ്ട്? നിന്റെ നമ്പർ താന്ന് പറയാൻ അയാൾ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, താൻ ഈ പറയുന്ന ഡീൽ ഞാൻ എന്തിനനുസരിക്കണം? അതിന്റെ ആവശ്യം എനിക്കെന്താ? ഇവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയത് നിന്നെപ്പോലുള്ള പണക്കാർ തന്നെയാ. നിങ്ങളാണ് പാവങ്ങളെ വളരാൻ വിടാതെ അവരെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിൽ ആഴ്ത്തുന്നു. ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം ഇങ്ങനെ ആവാൻ കാരണം തന്നെ നിങ്ങളാ. എന്നിട്ട് എന്നെ പഴിക്കുന്ന എന്തിനാ? എത്രയോ പേര് പട്ടിണി അടക്കുമ്പോൾ ഇത്രയും ആഡംബര കാറ് കൊണ്ട് താൻ സൂഹിക്കുന്നുണ്ടല്ലോ. തന്നെയൊക്കെ കൊള്ളയടിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അത് കേട്ടാ ഡോക്ടർ പറയും, എനിക്ക് പണം കിട്ടിയത് മാനത്തുനിന്ന് പൊഴിഞ്ഞിട്ടല്ല. ഞാനുണ്ടാക്കിയ ഓരോ പണത്തിനും എൻ്റെ വിയർപ്പിന്റെ കണക്കുണ്ട്. കഷ്ടപ്പെട്ടെന്നെയാണ് ഞാൻ ഈ നിലയ്ക്കെത്തിയത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ, തനിക്കൊരു നിലയും വിലയും കിട്ടിയെങ്കിൽ അത് തൻ്റെ വീട്ടിൽ തന്നെ വെച്ചോ, എനിക്കത് തരണ്ട, താൻ തന്നെ പുഴുങ്ങി തിന്നോ. ഇപ്പൊ എന്നെ ഇവിടെ പൂട്ടി വെച്ചതുകൊണ്ട് തനിക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? നീതി നടപ്പാക്കണമെങ്കിൽ അത് സന്മാർഗത്തിലൂടെ ആവണം, അല്ലാതെ തോന്നിയാസ്തിലല്ല. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ടെൻഷനായിട്ട്, ഇനി നിന്നോട് ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? കുറച്ചു നേരം പാട്ട് കേട്ട് ചൂടായിരിക്കുന്നും പറഞ്ഞ് ഇയാൾ പാട്ട് ഫുൾ സൗണ്ടിൽ വെച്ചിട്ട് ഇപ്രാവശ്യം ഹീറ്റർ ഓണാക്കും. നല്ല ചുട്ട ഹീറ്റർ. ഹീറോ അകത്ത് കടന്ന് പഴുത്ത് വേവാണ്. പുറത്താണെങ്കിൽ നല്ല മഴ. ഒരു തുള്ളി വെള്ളം അകത്ത് കുടിക്കാനില്ല. ഗ്ലാസ്സിലൊക്കെ ഹീറോ നക്കി നോക്കുന്നുണ്ട്, ഒരിറ്റ് വെള്ളം കിട്ടിയെങ്കിൽ. ദാഹിച്ച് മരിക്കാനാവുമ്പോൾ താൻ പിടിച്ചു വെച്ച യൂറിൻ അത് കണ്ണും പൂട്ടി ഹീറോ കുടിക്കാൻ നോക്കും. അപ്പോഴാണ് വില്ലന്റെ അടുത്ത കോള് വരുന്നത്. ഹീറോ പറയും, ഇനി എന്തിനാടോ എന്നെ ബോധർ ചെയ്യുന്നത്? ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം, തനിക്കതല്ലേ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ വില്ലനാണെങ്കിൽ, ഞാൻ ഈ പ്രൊജക്ടിന് വേണ്ടി ഒരുപാട് പണവും സമയവും ചെലവാക്കിയിട്ടുണ്ട്, എനിക്കിത് എൻജോയ് ചെയ്യണ്ടേ? അത്ര പെട്ടെന്ന് നിന്നെ കൊന്നുകളയാൻ പറ്റുമോ? അതിന് ഇനിയും സമയമുണ്ട്. സോ ഇപ്പൊ പറയ്, നിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്താ? അതിന് ഹീറോ, ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കൊരു ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല, പിന്നെ എന്തിനു ഞാൻ പറയണം? അതിനാ ഡോക്ടർ വില്ലൻ, ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം തരാം, ഒപ്പം ആ ഹീറ്റർ ഓഫ് ആക്കാം. സോ പറയ്, നിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പറയും. ഹീറോ ഉടനെ അവന്റെ സെക്യൂരിറ്റി നമ്പർ പറഞ്ഞു കൊടുക്കും. അത് കേട്ടതും വില്ലൻ ഹീറ്റർ ഓഫാക്കിയിട്ട് സീറ്റിനടിയിൽ നീ അറിയാതെ കാറിനകത്ത് കയറിയപ്പോൾ ഞാനൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതിലുള്ള വെള്ളം എടുത്ത് കുടിച്ചോളം പറയും. ഹീറോ ഉടനെ ചാടി വന്ന് വില്ലൻ മറച്ചു വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കും. അത് അവനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് വില്ലൻ ഒളിച്ചു വെച്ചതായിരുന്നു. ഇപ്പൊ ഒരു കുപ്പി വെള്ളം കുടിച്ചപ്പം ഹീറോയ്ക്ക് ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൽ അവൻ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ബാഗിനകത്തുണ്ടായിരുന്ന സ്ക്രാച്ച് കാർഡുകൾ തടയുക. ഇവനത് എടുത്തു നോക്കും. ഒരു കാർഡിൽ മാത്രം ഒരു നമ്പർ സ്ക്രാച്ച് ചെയ്തിട്ടില്ല. അത് സ്ക്രാച്ച് ചെയ്യാൻ വിട്ടുപോയതാ. ഇപ്പൊ പണിയൊന്നുമില്ലാത്തോണ്ട് അത് വെറുതെ സ്ക്രാച്ച് ചെയ്ത് നോക്കും. പണ്ട് $500 ഇവന് സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ആ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൻ അലഞ്ഞുകൊണ്ടിരുന്നത്. ആ പണം തന്റെ സ്ക്രാച്ച് കാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഹീറോ ചിരിക്കാൻ തുടങ്ങും. ഈ ചിരി കേൾക്കുന്ന വില്ലൻ, എന്താടാ ഇത്ര ചിരിക്കാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ജയിച്ചു, എനിക്ക് $500 കിട്ടി, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അലഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് വേണ്ട പണം കിട്ടി, എന്നെ ദയവേത് തുറന്നുവിടും, എനിക്ക് വീട്ടിൽ പോകണം, ഇനി ഞാൻ തന്നെ ശല്യം ചെയ്യില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അത് കേൾക്കുമ്പോൾ വില്ലൻ പറയും, നമുക്കാർക്കും വീടെന്ന് പറയുന്നൊന്നില്ല, നമുക്കാർക്കും തിരിച്ചു പോകാൻ പറ്റില്ല, ഈ ലൈഫ് ഒരു ട്രാജഡിയാ, ഒരു തിരിച്ചുപോക്കില്ല. അയാൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹീറോ ആവട്ടെ, ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നോട് ക്ഷമ ചോദിക്കുന്നു, ഐ എം സോറി, ഞാൻ സ്വാർത്ഥനായി പെരുമാറി, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്റെ വിജയം മാത്രമേ നോക്കിയുള്ളൂ, ജനങ്ങളുടെ സേഫ്റ്റി ഞാൻ കണക്കിലെടുത്തില്ല, ഞാൻ വലിയ തെറ്റാ ചെയ്തത്, തന്നോടിപ്പം ഞാൻ യാചിക്കുകയാണ്, എനിക്കൊരു കുടുംബമുണ്ട്, ഒരു മോളുണ്ട്, എനിക്ക് തിരിച്ചു പോകണം, എന്റെ മോചനം ഒരു ഭിക്ഷയായിട്ട് എനിക്ക് തന്നൂടെ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, ആ ഒരു വലിയ മനുഷ്യനായിട്ട് പെരുമാറും, എന്നെ വെറുതെ വിടും,
പോലീസിൽ പിടിച്ചു കൊടുത്താലും കുഴപ്പമില്ല, എന്നെ വെറുതെ വിടാമോ? ഇത് കേൾക്കുമ്പോൾ വില്ലൻ പറയും, ഞാനൊരു സൈക്കോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം താൻ ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് തന്നോട് പാവം തോന്നുന്നില്ല. എന്തായാലും നിന്റെ ശ്രമത്തിന് അനുമോദിച്ച് ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോവാ. ഗ്ലോ ബോക്സിൽ നിനക്ക് വേണ്ടി ഒരു കുക്കി വെച്ചിട്ടുണ്ട്, അതെടുത്തോന്ന് പറഞ്ഞിട്ട് അയാൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ആക്കും. ഹീറോ ഉടനെ ചാടി ആ കുക്കി എടുക്കുന്നു. അതെങ്കിലും കഴിക്കാൻ കിട്ടിയല്ലോ. ഇതെടുക്കുന്ന സമയത്ത് ആ ഗ്ലോ ബോക്സിനകത്തൂടെ പോകുന്ന സർക്യൂട്ട് ഹീറോ നോക്കി വെക്കുന്നുണ്ട്. ആ സമയത്താണ് വില്ലൻ ഡോക്ടറെ അയാളുടെ ഏതൊരു ജോലിക്കാരൻ വിളിക്കുന്നു. പുള്ളിയുടെ പേഷ്യന്റ് സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറയും. ഈ സംഭാഷണം ഹീറോയ്ക്ക് സ്പീക്കറിലൂടെ കേൾക്കാം. പേഷ്യന്റിന് സീരിയസ് ആയതുകൊണ്ട് വില്ലൻ അവിടുന്ന് മാറിപ്പോവാണ്. അതായത് ഹീറോയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തിയിട്ട് വില്ലൻ മാറിപ്പോവാ. അയാൾ പോയി എന്നറിഞ്ഞ ഉടനെ ഹീറോ തന്റെ കയ്യിലെ മൊബൈൽ എടുത്ത് ഈ ഗ്ലോ ബോക്സിനകത്തെ സർക്യൂട്ട് ഫോട്ടോ എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഹീറോയ്ക്ക് കാറിലെ റിപ്പയർ പരിപാടികളെല്ലാം അറിയാം. സോ ഈ സർക്യൂട്ട് നോക്കി ഏത് ബട്ടൺ വലിച്ചാലാണ് വണ്ടി മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഹീറോ കണ്ടുപിടിച്ചു. ഇനി ആ ബട്ടൺ വലിച്ചാൽ മതി. അത് വലിക്കാൻ കുറച്ച് പാടുണ്ട്, നല്ല ബലമുള്ള ബട്ടണാ. ഹീറോ വലിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ നഖം ഒടിഞ്ഞു പോകും. വീണ്ടും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും വില്ലൻ തിരിച്ചു വന്നു കഴിഞ്ഞു. അയാൾ ഹീറോയ്ക്ക് ഷോക്ക് കൊടുത്തിട്ട്, നീ അവിടെ എന്താടാ കാണിക്കുന്നത്? എഴുന്നേറ്റ് വാ, 2 കൈ ഞാൻ കാണട്ടെ. എന്തേലും തരികിട കാണിക്കാമെന്ന് വിചാരിക്കണ്ട, ഞാൻ എല്ലാം കാണുന്നുണ്ട്, നിന്നെ വെറുതെ വിടില്ല എന്ന് പറയും. ഹീറോ, ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അതിൽ ഭക്ഷണം ഉണ്ടോയെന്ന് തപ്പി നോക്കിയതാണെന്ന് കള്ളം പറയുന്നുണ്ട്. ഹീറോ എന്താണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് വില്ലന് മനസ്സിലായിട്ടില്ല. പിന്നെയും ഒരു ദിവസം കൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ വിശപ്പും ദാഹവുമായി. ആള് കാര്യമായിട്ട് ക്ഷീണിക്കാനും തുടങ്ങി. ഒരുപാട് വിശന്നു കഴിഞ്ഞാൽ പിച്ചും പേയും പറയാൻ തുടങ്ങില്ലേ, അതുപോലെ പുള്ളിക്കാരൻ പിച്ചും പേയും പറയുന്നു. ഇതേ സമയത്ത് ആ ഷട്ട് ഡൗൺ സ്വിച്ച് കാലുകൊണ്ട് വലിക്കാനും ശ്രമിക്കുന്നുണ്ട്. വില്ലൻ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഇത് മനസ്സിലാവില്ല. കാലിന്റെ ഭാഗത്തായതുകൊണ്ട് ക്യാമറയിലൂടെ ആ ഭാഗം വ്യക്തമല്ല. ഇപ്പൊ ദാഹം സഹിക്ക വയ്യാതെ അവൻ ആ പിടിച്ചു വെച്ച യൂറിൻ മൂക്കടച്ചുകൊണ്ടെടുത്ത് കുടിക്കുകയാണ്. മുഴുവനും കുടിച്ചു തീർക്കും. അത് കഴിഞ്ഞ് ഒരുപാട് സമയമായിട്ടും വില്ലന്റെ ഭാഗത്ത് നിന്ന് കോള് വരുന്നില്ല. അയാൾ എവിടെയെങ്കിലും മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഹീറോ ഈ കാറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ വീണ്ടും വീണ്ടും പിടിച്ചമർത്തി നോക്കും. പെട്ടെന്നതാ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായിരിക്കുന്നു. വണ്ടി മുഴുവൻ ഓണായി. അതൊരു ട്വിസ്റ്റായിരുന്നു. എഞ്ചിൻ ഓണായല്ലോ, എന്നാ പിന്നെ ഡ്രൈവ് ചെയ്ത് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഹീറോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങും. ആ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി വെളിയിലേക്ക് കടന്നില്ല. പൊടും തന്നെ ഈ വില്ലൻ എമർജൻസി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പാക്കി. അയാൾ ചിരിച്ചോണ്ട് പറയാണ്, അത്ര എളുപ്പത്തിൽ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുമെന്ന് വിചാരിച്ചോ? നമ്മുടെ കളികൾ തീർന്നിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതും പറഞ്ഞ് വില്ലൻ അയാളുടെ സ്ഥലത്ത് തന്നെ ഈ കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. കൺട്രോൾ മുഴുവൻ അയാളുടേതാണ്. ഹീറോയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വിഷമിക്കാതെ ഈ പാട്ട് കേട്ടിരുന്നോ, നിനക്ക് കുറേയധികം കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ കാർ ആ നഗരത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നു. വഴിയരികിലെ ക്രിമിനൽസിനെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നിന്റെ കൂട്ടുകാർ കാരണമാണ് ഈ നഗരത്തിൽ സമാധാനത്തോടെ ആർക്കും ജീവിക്കാൻ കഴിയാത്തത്. ആ വീട് കണ്ടില്ലേ, അവിടെ ഒരു സാധാരണ കുടുംബമാണുള്ളത്. അച്ഛൻ, അമ്മ, കുഞ്ഞ്, മുത്തശ്ശൻ, ഇവരെല്ലാം പേടിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ആരെങ്കിലും തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഓരോ രാത്രിയും ഭയപ്പെട്ട് കഴിയുന്നു. ഇതും പറഞ്ഞ അയാൾ വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങും. ഹീറോയ്ക്ക് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടില്ല. വണ്ടി കറങ്ങി തിരിഞ്ഞ് വേഗത്തിൽ ഓടിക്കവേ ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുന്നുണ്ട്. ഇത് അവസാനം ഒരു കുറുകിയ ഇടവഴി കൊണ്ടുപോയി നിർത്തും ഈ കാറ്. അപ്പൊ അവിടെ 2 കള്ളന്മാര് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഉപദ്രവിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്നുണ്ട്. നാണമില്ലാത്ത ആ കള്ളന്മാരെ നമുക്ക് ശിക്ഷിച്ചാലോ, നീ വണ്ടിയിൽ തന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ കാർ ഓടിച്ച് ആദ്യത്തെ കള്ളനെ ഇടിച്ചു കൊല്ലും. ഹീറോ പേടിച്ചരണ്ട് കാറിയിരിക്കുക. അടുത്ത കള്ളന്റെ പുറകെ പോകുന്നുണ്ട്. കള്ളൻ ഓടി രക്ഷപ്പെടാൻ വഴിയില്ലാതാവുമ്പോൾ ഒരു ഗേറ്റിന് മുന്നിൽ വെച്ച് ആ കള്ളനെ ഇടിച്ച് അമർത്തുന്നുണ്ട് വില്ലൻ. ഹീറോ അയാളോട് കെഞ്ചി പറയും, വില്ലനോട്, അതൊരു ജീവനാണ്, അയാളെ വെറുതെ വിടും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഇവിടുത്തെ റൂൾസ് ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് താനും ബ്രേക്ക് ചെയ്യണ്ട, ആ മനുഷ്യന് ജീവൻ കൊടുക്കുക, ദയവേത് അയാളെ വെറുതെ വിടും. അത് കേൾക്കുമ്പോൾ വില്ലൻ പറയും, ഞാനിപ്പോ അവൻ ഇടിച്ചിട്ടില്ലേ, അവൻ എഴുന്നേറ്റ് വരികയാണെങ്കിൽ അവനെയും നിന്നെയും ഞാൻ വെറുതെ വിടാം. ഇത് നിനക്ക് ഞാൻ തരുന്നൊരു അവസരമാണ്, ഇഷ്ടപ്പെട്ടോ? ഇത് കേൾക്കുമ്പോൾ ഹീറോ ആ കള്ളൻ എഴുന്നേറ്റ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, എഴുന്നേറ്റ് വാ. കറക്റ്റ് കള്ളൻ എഴുന്നേറ്റ് നിൽക്കാനാവുമ്പോൾ വില്ലൻ കാറ് കൊണ്ട് ഒരൊറ്റയിടി ഞെരുക്കി പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ചിരിച്ചോണ്ട് വണ്ടി റിവേഴ്സ് എടുത്ത് ഓടിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഫക്കിംഗ് സൈക്കോ, നീ ഇതിലെവിടെയാടാ നീതി കാണിക്കുന്നത്? അവർക്ക് നിനക്ക് എന്താടാ വ്യത്യാസം? നിന്നെ എന്റെ കൈ കിട്ടിയ ഞാൻ കൊന്നുകളയോടാന്ന് പറഞ്ഞ് നിലവിളിക്കുക. വില്ലൻ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി വേഗത്തിൽ ഓടിച്ച് അന്ന് രാത്രി ടൗൺ മൊത്തം ഹീറോയെ കറക്കും. പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ ഒരു തെരുവിലേക്ക് ഈ കാറ് പോകുന്നുണ്ട്. ഈ കാർ അങ്ങനെ മെല്ലെ പോകുന്ന വഴിയെ വില്ലൻ ഹീറോയോട് പറയും, ഞാൻ നിന്റെ ഭാര്യ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്നു. ഭാര്യയും മോളെയും ഞാൻ കണ്ടു, അവരോട് സംസാരിച്ചു. ഞാൻ ആരാണെന്നോ നീ എവിടെയാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. കുഞ്ഞിനെ നോക്കാൻ നീ പണമൊന്നും കൊടുക്കുന്നില്ല അത്രേ, അതൊരു വലിയ കുറ്റമല്ലേ? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എന്റെ കുടുംബത്തിനെ നീ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് ഞാൻ മാത്രമാണ്. അതിന് വില്ലൻ, നീ എപ്പോൾ എന്റെ കാറിനകത്ത് കയറിയോ അപ്പൊ തന്നെ
നിന്റെ കുടുംബവും എന്റെ വിഷയത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഒരു കുഞ്ഞിനെ നോക്കാൻ ത്രാണിയില്ലാത്ത തന്ത. ശരിക്കും നിനക്ക് നിന്റെ കുഞ്ഞിനെ ഇഷ്ടമാണോ? എന്നാൽ കാണ്, അവൾ ഇന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാറ് നേരെ ഹീറോയുടെ മോള് കാത്തു നിൽക്കുന്ന സ്കൂളിന് ഫ്രണ്ടിലേക്ക് ചെല്ലും. അവിടെ അവന്റെ മോള് നിൽപ്പുണ്ട്. ഹീറോ വില്ലനോട് കേണപേക്ഷിക്കുക, എന്റെ മോളെ ഇതിന്ന് വെറുതെ വിട്ടേക്ക്, അവൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല, അവളെ ഫോളോ ചെയ്ത് പോകരുത്, എന്റെ കുഞ്ഞിനെ വെറുതെ വിട്. എന്നാൽ വില്ലൻ ഒന്നും മിണ്ടാതെ ഈ കുഞ്ഞു കുട്ടിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കാറിൽ. കറക്റ്റ് കുഞ്ഞ് ക്രോസ് ചെയ്യാൻ നേരം അവൾ ഇടിക്കുന്നത് പോലെ പോകും. ഹീറോയ്ക്ക് ഒരു സെക്കൻഡ് ജീവൻ നിലച്ച് തിരിച്ചു വരും. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്തോളാം, നിന്നോട് ഇനി മത്സരിക്കില്ല, ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക്, ദയവ് ചെയ്ത് വിട്ടേക്ക്, അവള് പൊടി കുഞ്ഞാ. ഇത് പറഞ്ഞിട്ടും വില്ലൻ കാർ നിർത്തുന്നില്ല. കുഞ്ഞിന് പിറകെ ചെല്ലുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ കാർ ഇങ്ങനെ വേഗത്തിൽ വരുന്ന കണ്ടിട്ട് പേടിച്ചോടുക. എന്തായാലും കാർ കുഞ്ഞിനെ ഇടിക്കുമെന്നാവുമ്പോ ഹീറോ തന്റെ കയ്യിലെ തോക്കെടുത്ത് അവന്റെ തലയിൽ തന്നെ വെച്ചിട്ട്, നീ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താൽ ഞാനിത് പൊട്ടിക്കും, വണ്ടി നിർത്ത്. പക്ഷെ വില്ലൻ കേൾക്കില്ല. കുഞ്ഞിന് നേർക്കന്നെ വേഗത്തിൽ ചെല്ലാണ്. ഇടിച്ചുവെന്നാവുമ്പോൾ ഹീറോ നിലവിളിച്ച് കരഞ്ഞ് തലയിലേക്ക് തോക്ക് വെച്ച് പൊട്ടിക്കുകയാണ്. പക്ഷെ വെടി പൊട്ടിയില്ല. അതേ സമയത്ത് കാറ് വെട്ടിത്തിരിച്ച് ആ കുഞ്ഞിനെ ഇടിക്കാതെ പോവുകയും ചെയ്തു. വില്ലൻ പറയും, നിന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ തോക്കിലെ ഉണ്ടയെല്ലാം എടുത്ത് മാറ്റിയിരുന്നു. ഇപ്പൊ നീ പറഞ്ഞില്ലേ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുമെന്ന്, അതാണ് എനിക്ക് വേണ്ടത്. കാർ ആ നഗരവും താണ്ടി വേറെ എങ്ങോട്ടോ പോവുകയാണ്. അപ്പൊ ഹീറോ തന്റെ കുഞ്ഞിനെ കാണിച്ച് ഇയാൾ ഭയപ്പെടുത്തിയില്ലേ, അതവന് സഹിക്കാൻ പറ്റിയില്ല. നിന്റെ കൂടെ കളിക്കാൻ ഇനി ഞാൻ തയ്യാറല്ലടാന്ന് പറഞ്ഞിട്ട് ഹീറോ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് വായെ കടിച്ചു പിടിച്ചിട്ട് കാറിലെ എല്ലാ ക്യാമറയും വലിച്ചു പറിച്ച് പൊട്ടിച്ചളെ. ഈ സമയത്ത് വില്ലൻ ഹീറോയ്ക്ക് ഷോക്ക് കൊടുക്കുന്നുണ്ട്. ആ ഷോക്ക് സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വായിൽ ആ ബോട്ടിൽ കടിച്ചു പിടിച്ചത്. ഷോക്കടി ഏൽക്കുന്നുണ്ടെങ്കിലും എല്ലാ ക്യാമറയും അവൻ വലിച്ചു പറിച്ചാളെ. നിന്നെ കൊല്ലുവടാ എന്ന് പറഞ്ഞിട്ട്. അത് കഴിയുമ്പോൾ മോളുടെ നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് ഹീറോ. എന്റെ മോൾ അപ്പനോട് ക്ഷമിക്ക്, എന്തിനൊക്കെയോ വേണ്ടി ഞാൻ ഓടുകയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, അതൊന്നുമല്ല പ്രധാനം. എനിക്ക് എൻ്റെ കുഞ്ഞാണ്, അവളോടൊപ്പമുള്ള നിമിഷങ്ങളാണ്, അതായിരുന്നു പ്രധാനം. ഇപ്പം ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിന്നെയാണ് മോളെ. ഐ എം സോറി. ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയുമോ എന്ന് ഡാഡിക്ക് അറിയില്ല. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം എൻ്റെ മോള് മറക്കരുത്. ഡാഡിക്ക് എൻ്റെ മോളെ ഒരുപാട് ഇഷ്ടമാണ്. ഡാഡി മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇതും പറഞ്ഞ് ഹീറോ ഓഡിയോ മെസ്സേജ് അയക്കുന്നു. എന്നാൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ മെസ്സേജ് സെൻഡ് ആവുന്നില്ല. ഇനി റേഞ്ച് വന്നാൽ മാത്രമേ അത് സെൻഡ് ആവുള്ളൂ. ഇപ്പൊ കാറ് നഗരവും കഴിഞ്ഞ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. ഈ കാർ നിൽക്കുന്നതിനടുത്ത് തന്നെയായി മറ്റൊരു സെഡാൻ കാർ നിൽക്കുന്നുണ്ടാവും. ആ സെഡാൻ കാറിനകത്ത് നിന്നും വയസ്സായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു വരുന്നു. അയാൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ ഗ്യാപ്പിന് ഗ്ലാസ് തുറന്നിട്ട് ഹീറോയോട് പറയും, ഹലോ എഡി, ഞാനാണ് വില്യം, നീ ഇപ്പോൾ ഉള്ളത് എന്റെ കാറിലാണ്. ഇത് കേട്ട ഉടനെ ഹീറോ നിന്നെ കൊല്ലുവടാന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോഴേക്കും വില്ലൻ ഹീറോയ്ക്ക് ഷോക്ക് കൊടുക്കാൻ തുടങ്ങും. വില്ലൻ, എന്നെ എതിർക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കുക മാത്രമേ നിനക്കിപ്പോൾ വഴിയുള്ളൂ. ആ ടാഗ് എടുത്ത് നിന്റെ 2 കൈകളും സീറ്റിനടിയിൽ ബന്ധിപ്പിക്കുക. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ഹീറോ വേറെ വഴിയില്ലാതെ അയാൾ കൊടുത്ത ടാഗ് എടുത്ത് അവന്റെ 2 കൈയും സീറ്റിനടിയിലെ കമ്പിയിൽ ലോക്ക് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ വില്ലൻ അയാൾ കൊണ്ടുവന്ന ബാഗ് കാറിന് പിറകിലെ സീറ്റ് വെച്ചിട്ട് കാറിനകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അതിൽ അയാൾ മാറ്റി വെച്ചിരുന്ന ഉണ്ടയിട്ട് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അവസാനമായി നീ ആഗ്രഹിച്ച് 2 പഫ് എടുത്തോന്ന് പറഞ്ഞ് ഒരു കഞ്ചാബീഡി കൊടുക്കും, 2 വലിക്കാൻ. അത് കഴിഞ്ഞ് ഹീറോയുടെ മുന്നിലേക്ക് ജെല്ലിമുട്ട ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ നീ ജീവനോടെ വേണം, നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, അതുവരെ ഇത് കഴിച്ചോന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഏതോ കാട്ടിലേക്കാണ് കാറുമായിട്ട് ഹീറോയെ കൊണ്ടുപോകുന്നു. ആ നേരത്ത് വില്ലൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഈ പാട്ടായിരുന്നു ഇഷ്ടമുള്ളത്, അവൾ എപ്പോഴും കേൾക്കുമായിരുന്നു. നിനക്ക് മ്യൂസിക്കിനെ കുറിച്ച് അറിയില്ലല്ലോ, ഞാൻ പഠിപ്പിച്ചുതരാം, നീ ചാകുന്നതിന് മുന്നേ ഞാനത് പഠിപ്പിച്ചുതരാം. ഹീറോ നോക്കുമ്പോൾ അയാൾ കൊണ്ടുവന്ന ബാഗിൽ കുറച്ചധികം ടൂൾസ് ഉണ്ട്. ഇവനെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടാനോ കത്തിച്ചു കളയാനോ ആയിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ചോദിക്കുകയാണ്, സോ തൻ്റെ പ്ലാൻ ഇതായിരുന്നു, എന്നെ മാനസികമായി പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, എൻ്റെ മനസ്സ് തകർക്കുക, അത് കഴിഞ്ഞിട്ട് കൊല്ലുക. ഇങ്ങനെ എത്ര പേരെ നീ കൊന്നിട്ടുണ്ടാവും. വില്ലന്റെ കയ്യിൽ കുട്ടികൾ ഇടുന്ന പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ഹീറോ കാണുന്നുണ്ട്. അത് തൻ്റെ മോള് തന്നായിരിക്കും അല്ലേ, തൻ്റെ മോളുടെ ഗിഫ്റ്റ്. മോൾ ഇഷ്ടപ്പെടുന്ന പാട്ട്, തനിക്ക് തൻ്റെ മോളെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഇതും പറഞ്ഞ് ഹീറോ ചിരിക്കും. അവന്റെ ചിരി വില്ലന് ഇഷ്ടമായില്ല. ഉടനെ ബ്രേക്ക് ചവിട്ടിയിട്ട് ഹീറോയുടെ മൂക്കെടുപ്പിച്ച് വില്ലൻ രക്തം വരുത്തുക. അത് കഴിഞ്ഞ് ചോദിക്കും, ചിരിക്കാനും മാത്രം ഇപ്പം എന്താടാ ഉണ്ടായെന്ന്. അത് കേട്ട് ഹീറോ പറയാണ്, നമ്മളൊരു ലോങ് ട്രിപ്പ് പോവല്ലേ ഡാഡി, നിങ്ങളും ഞാനും മാത്രം ഡാഡി, അതുകൊണ്ട് ചിരിച്ചാന്ന് പറയും. ആ ഡാഡി എന്നുള്ള വിളി കേൾക്കുമ്പോൾ വില്ലൻ വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, എന്തായാലും ഞാൻ മരിക്കാൻ പോവല്ലേ, തന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയാലോ, കേൾക്കാം, കുറെ ദൂരം പോണല്ലേ. അപ്പൊ വില്ലൻ ഹീറോയെ ഒരു നോട്ടം നോക്കിയിട്ട് അയാളുടെ മോൾക്ക് സംഭവിച്ച അപകടത്തെപ്പറ്റി പറയും. ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഇവരെ കൊള്ളയടിക്കാൻ വേണ്ടി 2 കള്ളന്മാർ വന്നിരുന്നു. അവര് കൊള്ളയടിച്ചിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പോകാൻ നേരം മോളുടെ കഴുത്തിനിട്ട് വെടി പൊട്ടിച്ചിട്ടാണ് അവർ പോയത്. അവന്മാർക്ക് വേണ്ട ശിക്ഷ
കോടതിയിൽ നിന്ന് കിട്ടിയില്ല. അത് പിന്നീട് ഈ ഡാഡിയാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ടും ഇയാളുടെ പക തീർന്നില്ല. അതുപോലെ കൊള്ളയടിക്കാൻ നടക്കുന്ന എല്ലാവരെയും കൊല്ലണമെന്ന അയാൾക്ക് അതിനുവേണ്ടി ഒരു പ്ലാൻ, ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു. അതാണ് ഈ കാറ്. ഇപ്പൊ ഹീറോ തന്റെ മുടിഞ്ഞ രോദന കഥ കേട്ട് മടുത്തു. എന്നെ കൊന്നേക്ക്, ഞാൻ ചാകാൻ തയ്യാറായിട്ടാ ഉള്ളത്. പക്ഷെ എന്നെ കൊന്നതുകൊണ്ടും തന്റെ വേദന തീരാൻ പോകുന്നില്ല. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, താൻ നീതിയുടെ പേരിൽ ഓരോ മനുഷ്യനെയും കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അതെല്ലാം തന്റെ മോൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ലേ? അവൾക്ക് നീതിയല്ലാത്ത നടപ്പാക്കുന്ന നാണക്കേടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തന്റെ തന്തയെ ആലോചിച്ച് അവൾക്ക് ഷെയിമായിരിക്കും. പിന്നെ തന്നെ കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട്. ക്യാൻസർ പിടിപെട്ട് ചാകാൻ പോകുന്ന ഒരു കിളവന് തന്റെ മരണത്തോടുള്ള ഭയവും മറ്റു മനുഷ്യരോടുള്ള അസൂയയാണ് വെളിപ്പെട്ട് കാണുന്നത്. ഇത് നിനക്ക് വേണ്ടി, നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നീ ചെയ്യുന്ന തനിമ, വിഷമം, ദേഷ്യം, മരണത്തോടുള്ള ഭയം, ഇതെല്ലാം കയറി ഭ്രാന്ത് പിടിച്ചൊരു സൈക്കോ ആണ് താൻ. എന്നിട്ട് നീതിയെപ്പറ്റി സംസാരിക്കുന്നു, അതും തന്റെ മോളുടെ പേരിൽ. നിന്റെ മോൾക്ക് നീ ഒരു നാണക്കേടാണടാ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ വില്ലൻ ആകെ ഡിസ്റ്റർബ് ആവും. അയാൾ ബ്രേക്ക് അടിച്ച് ഹീറോയുടെ മോന്തയെല്ലാം തല്ലി താർക്കുന്നുണ്ട്. എന്നാലും ഹീറോ ചിരി നിർത്തില്ല. അയാൾ ചോദിക്കുകയാണ്, ഇപ്പെന്തിനാടാ നീ ചിരിക്കണേന്ന്. അപ്പൊ ഹീറോ പറയും, അവസാനം എനിക്കത് കയ്യിൽ കിട്ടി. എന്ത്? തെരുവിന്റെ മിടുക്ക്. ഇതും പറഞ്ഞിട്ട് ആ ഷഡൗൺ ബട്ടൺ ഹീറോ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടും. ഒറ്റയടിക്ക് പൊടുന്നന്നെ കാറിലെ എല്ലാ പവർ ഓഫായി. ഇനി വില്ലന്റെ കയ്യിൽ ആ കാറിന്റെ കൺട്രോളില്ല. സ്റ്റിയറിംഗ് പോലും തിരിക്കാൻ പറ്റില്ല. കാർ ന്യൂട്രി പോകുന്ന പോലെ പോയിട്ട് ഒരു ചെരുവിലേക്ക് ഇടിച്ചു തെറിച്ച് വീഴാണ്. ഈ സമയത്ത് വില്ലൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന തോക്കിൽ ഉണ്ട പൊട്ടും. അത് ഗ്ലാസ് ഇടിച്ച് തിരിച്ചു വന്ന് വില്ലന്റെ മേത്തന്നെ കൊള്ളാണ്. കാർ ചെരുവിലേക്ക് മറിഞ്ഞു വീണു. ഹീറോ ബോധം വന്ന് എഴുന്നേറ്റ് താൻ കെട്ടിവെച്ച കയ്യിലെ ടാഗ് മുറിച്ചു മാറ്റാണ്. അതേ സമയത്ത് വില്ലനും ബോധം വന്നു. അയാൾ തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഹീറോ ചാടി വീണ് ആ തോക്ക് തട്ടിപ്പറിച്ചിട്ട് വില്ലന്റെ മോന്തയ്ക്ക് ആഞ്ഞ് കുത്തി അയാൾ ഇടിച്ചെന്നെ പാതി കൊന്നു. അപ്പോഴാണ് മോളെ കയ്യിൽ നിന്ന് ഹീറോയ്ക്ക് കോള് വരുന്നത്. ഇപ്പൊ കാറിനകത്ത് റേഞ്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ ഹീറോ മോളെ കോൾ അറ്റൻഡ് ചെയ്യും. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ മോള്, ഡാഡിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ ആ മെസ്സേജ് കണ്ടിരുന്നു. ഡാഡി പേടിച്ചിട്ടാണല്ലോ ആ മെസ്സേജ് അയച്ചത്. എന്താ പറ്റിയേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോൾ അങ്ങോട്ട് വരണോ ഡാഡി? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഒരു കുഴപ്പമില്ല മോളെ പറ്റിക്കാൻ വേണ്ടി അപ്പൻ അയച്ചത്. ഡാഡിക്ക് ഒരു കുഴപ്പമില്ല, ഡാഡി ഓക്കെയാണ്. ഡാഡി ഉറപ്പായിട്ടും നാളെ മോളെ പിക്ക് ചെയ്യാൻ വരാം. നാളെ എത്ര മണിക്കാണ് വരേണ്ടത്? നാളെ ഉറപ്പായിട്ടും വരുമോ? നാളെ 2:15 ഡാഡി അവിടെ ഉണ്ടാവണം. ഞാൻ ഡാഡിയെ പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും വരും മോളെ. ഇപ്രാവശ്യം ഡാഡി മിസ്സാക്കില്ല. ഡാഡി ഉറപ്പായിട്ടും വരും. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറ് ഫയറായി തുടങ്ങി. ഹീറോ കോള് കട്ട് ചെയ്തിട്ട് വില്ലനോട് പറയും, എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയും തനിക്ക് എന്താ വേണ്ടത്? ഡോർ അൺലോക്ക് ചെയ്യ്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചുട്ടുകരി. ഇത് കേൾക്കുമ്പോൾ വില്ലൻ, ഒരു ഫൺ റൈഡായിരുന്നു എഡി, ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇനി പോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കും. അയാൾ മരിച്ചു വീണു. ഇനി അയാൾക്ക് അനക്കൂല. കാറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഹീറോ തന്നെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. ഹീറോ ഉടനെ ചാടി വണ്ടിയുടെ പിൻ സീറ്റിലേക്ക് വന്നിട്ട് വില്ലൻ കൊണ്ടുവന്ന ടൂൾസിൽ ഒരു ചുറ്റിയെടുത്ത് പുറകിലെ ഗ്ലാസ് തല്ലി പൊളിക്കാൻ തുടങ്ങും. ഗ്ലാസ് പൊട്ടി വീഴുമ്പത്തേനും കാറിന് മുഴുവൻ തീ പിടിച്ചു കഴിഞ്ഞു. മൊത്തം ആളിക്കത്തുക. ഭാഗ്യത്തിന് അവസാന നിമിഷം ഹീറോ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ഇപ്പൊ വില്ലൻ അതിനകത്ത് കിടന്ന് കത്തിയെരിഞ്ഞ് ചാമ്പലാവുക. കിട്ടിയ ജീവനുമായിട്ട് ഹീറോ റോഡിലേക്ക് വരുമ്പോൾ ഒരു ട്രക്ക് പോകുന്നുണ്ട്. അതിന് കൈ കാണിച്ച് അവൻ ആ ട്രക്കിനകത്ത് കയറും. വസ്ത്രമൊക്കെ മാറി തന്റെ കയ്യിലെ സ്ക്രാച്ച് കാർഡ് കൊണ്ട് ആ 500 രൂപ ഉണ്ടാക്കിയിട്ട് ഹീറോ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് വരുന്നത്. തന്റെ വാൻ എടുക്കാൻ വേണ്ടി. പണം കൊണ്ടുവന്നല്ലോ, ഇനിയെങ്കിലും എനിക്ക് ആ വാൻ തരുമെന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറയും, വാനിന് പണിയുണ്ട്, 1 മണിക്കൂർ കഴിയാതെ അതെടുക്കാൻ പറ്റില്ല. പക്ഷെ ഹീറോയ്ക്ക് ചെല്ലാൻ ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 1 മണിക്കൂർ സമയമില്ല. ഇതവൻ വർക്ക്ഷോപ്പുകാരനോട് പറയും, എന്റെ മോൾ അവിടെ കാത്തിരിക്കുക, എനിക്ക് എത്രയും പെട്ടെന്ന് പോണെന്ന്. എന്നാൽ വർക്ക്ഷോപ്പുകാരൻ പണി കഴിയാതെ വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇനിയിപ്പോൾ ആ വണ്ടിയെ നോക്കിയിട്ട് കാര്യമില്ല, തന്റെ മോളല്ലേ പ്രധാനം. അതുകൊണ്ട് ആ വണ്ടി താൻ തന്നെ വെച്ചോ, എനിക്ക് ബാക്കിയുള്ള പണം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പണവും വാങ്ങി ആ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഹീറോ നേരത്തെ കണ്ട കുഞ്ഞു സൈക്കിളില്ലേ, മോൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന സൈക്കിള്, അതാ $75 കൊടുത്തിട്ട് വാങ്ങിക്കും. ഈ സമയത്ത് മോള് കാത്തിരിക്കാൻ ഡാഡീനെ. ഡാഡി വന്നില്ല. അവള് വിഷമത്തോടെ തിരിഞ്ഞ് നടക്കാൻ നിൽക്കുമ്പോഴാണ് ഡാഡി സൈക്കിളുമായിട്ട് ഓടി വരുന്നത്, മോളുടെ സമ്മാന സൈക്കിളായിട്ട്. മോൾക്ക് ഒരുപാട് സന്തോഷമാവും. ആ സൈക്കിൾ ഇട്ടിട്ട് ഡാഡി ഓടി വന്ന് മോളെ കെട്ടിപ്പിടിക്കുക. തനിക്ക് ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടത് എന്താണെന്ന് ഇപ്പം ഡാഡി മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് അവിടെ വെച്ച് ലോക്ക്ഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെന്താ, പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.